ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് 2 ബാഗ് ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് 2 ബാഗുണ്ട്. ഈ ബാഗ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. കാരണം ഈ ബാഗിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്ന് ഞാൻ ഉപയോഗിക്കലുണ്ട്, എങ്ങോട്ടേലും പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് പോകും. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുന്നിട്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്തൊക്കെ ഇപ്പം അത് ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്ങോട്ടേലും പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ എടുക്കും കേട്ടോ, എടുത്ത് കൊണ്ടുപോകും. ഇത് ഞാൻ വലിയ കുന്നിന്ന് മേടിച്ചാണ് കേട്ടോ ഈ ബാഗ്. ഇത് പിന്നെന്താ എൻ്റെ ആങ്ങള വന്നപ്പോൾ കൊടുന്നതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വേറെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ഷിബ് നേരാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേറെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ബാഗ്. ഏതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സ്, ബാഗ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിതിപ്പോൾ എത്ര കേട് വന്നതായാലും ഞാൻ കളയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വേറെയും ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വേറെ ഒരു ബാഗിൽ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കിട്ടിയ ബാഗിൽ ഇങ്ങനെ വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ബാഗുകൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഈ ബാഗൊന്ന് ആദ്യം നോക്കട്ടോ. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ചിലർ പേഴ്സ് ഉണ്ടാവും, ലിപ്സ്റ്റിക്ക് ഉണ്ടാവും, അങ്ങനെ കുറേ മേക്കപ്പിൻ്റെ സാധനങ്ങളുണ്ടാവും, പിന്നെ സ്പ്രേ ഉണ്ടാവും. പക്ഷെ ഇതിലെന്താണ് അങ്ങനത്തെ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിലെന്താ ഉള്ളത് നമുക്ക് നോക്കട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബാഗ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് തുറന്നിട്ട് ഫസ്റ്റ് അറ തുറന്നിട്ട് അതിൽ ഫസ്റ്റ് ഉള്ളത് ഒരു ബാഗാണ് കേട്ടോ, ഒരു പേഴ്സ്. ഇത് ഞാൻ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ പൊക്കിയതാണ് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, ബാഗ്, പേഴ്സ് ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നോക്കട്ടെ ആദ്യം. ഇതിൻ്റെ ഉള്ളിലുള്ളത് വെറും ഇതെത്ര നോക്കട്ടെ കേട്ടോ, 150 രൂപയും പിന്നെ ഒരു ക്രാബ്, പിന്നെ ഇതാ 2 രൂപയുടെ ഒരു കോയിൻസ്, പിന്നെ ഇതാട്ടോ ഈ ഒരു റബ്ബറ്, പിന്നെ എന്താ കല്യാണപ്പേരയിലൊക്കെ പോയാൽ കിട്ടൂലേ, എവിടെ ഇപ്പോൾ സാധനം പോയത്, ആ ഒരു പല്ല് കുത്തണ സാധനം കേട്ടോ. പിന്നെ ഒരു മുട്ട് സൂചി, പിന്നെ എന്താ പറയുക റബ്ബറും, ഇതായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. പിന്നെ ഒരു ഡോക്ടറെ കാണിച്ച ബില്ലാണ് കേട്ടോ. അതിപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയപ്പോൾ കാണിച്ച ബില്ലാണ് ഒന്ന്. പിന്നെ ഒരു പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ മിന്നൊക്കെ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ അവൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇനി എടുത്തിട്ട് കളിക്കാൻ എടുക്കരുത് വെച്ചിട്ട് ഞാൻ ബാഗിൽ കൊടുന്നിട്ടതാണ് കേട്ടോ ഈ ഒരു സംഭവം. അങ്ങനെ അത് പിന്നെ ഈ വള പൊന്നുവിൻ്റെയാണ്. പൊന്നു ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അന്ന് അവളുടെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാനിത് നോക്കിയിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ കരുതും കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എടുത്ത് വെക്കില്ല. അങ്ങനെ ഈ ഒരു വള. പിന്നെ ഉള്ളത് കാശിമാല, മിന്നുവിൻ്റെ ഒപ്പനയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഞാൻ സത്യം പറയാച്ച ഇതൊക്കെ മറന്നിക്കണ്. ഇത് ഞാൻ മറന്നിരുന്നു കേട്ടോ, എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എടുത്ത് സ്ഥലം മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ എവിടെ വെച്ചെന്ന് ഇങ്ങനെ തിരയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കാതെ ഇരുന്നതാണ്. പിന്നെ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മളെ ബാഗിലുണ്ടല്ലോ എന്നുള്ളതിലാണ്. പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ ആവശ്യം വരും. കാരണം കലോത്സവം കഴിഞ്ഞു, അല്ല ആനുവൽ ഡേക്കൊക്കെ
പിന്നെ വാർഷികത്തിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെന്താ നോക്കാം, പിന്നെന്താ വളയുടെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ, പിന്നെ അടുത്ത അറ തുറന്ന് നോക്കാം കേട്ടോ. അതിലെന്തൊക്കെയുള്ളത് നോക്കിയാലോ. രണ്ട് നമ്മളിത് സാധനം, ഇത് 2 മുടിമക്കട്ടി എന്താണ് ഇത് കുഞ്ഞിപ്പ കാക്കു വന്നിട്ട് കൊടുത്തയച്ചാണ് കേട്ടോ. പിന്നെ 2 സൈസുള്ളത് ഞാൻ കുട്ടിയുടെ മുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ഓൾക്ക് മുടി 2 സൈഡ് കെട്ടണമൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു. അത് ആ ബാഗിൽ തന്നെ കേട്ടോ. അതാണ് അതിലിരിക്കണത്. പിന്നെ ഒരു ക്രാബ്, ചെറിയൊരു ക്രാബ്, പിന്നെ നമ്മളൊരു സെൻറ്റും കുപ്പിയാണ് കേട്ടുള്ളത്. ഇതിലുള്ളതാണോ എന്നൊന്നും അറിയില്ല. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ സേവ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എടുത്ത് വെക്കും. അതെൻ്റെ മെയിൻ പ്രശ്നം. അങ്ങനെ വേറെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ വേറെ കുട്ടികളുടെ മുടിമക്കട്ടിയാണ് കേട്ടോ. ഇത് മിന്നുവിൻ്റെ ആണ് കേട്ടോ. ഇത് എടുത്തിട്ട് പിന്നെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ബാഗിൽ തന്നെ സൂക്ഷിച്ച് വെക്കല്ലേ. പിന്നെ എങ്ങനെ എടുക്കുക, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എടുക്കുകയില്ല. പിന്നെ അടുത്തത് ഇതിൻ്റെ ബാക്ക് ഭാഗം. ഇതിലെന്തൊക്കെയാണ് ഓരോന്നോരോന്നൊക്കെ നമ്മളെ ഗ്യാസ് ഉണ്ടാവുന്നതിന് ഇത് ബെസ്റ്റാണ്. അപ്പോൾ അത് അയമോദക സത്ത് വായു ഗുളിക അതാണ് കേട്ടോ. പിന്നെ ഒന്ന് ബാഗിൽ അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തതാണ്, വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പുറത്തെടുക്കാൻ മറന്നിരിക്കണേ. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കണം വിചാരിച്ചാൽ മറന്നു. ഉമ്മാൻ്റെ അടുത്തേക്ക് എപ്പോഴും ഗുളികയൊക്കെ കണ്ടിട്ട് ഓടും. അപ്പോൾ അത് പിന്നെ ഇന്നലെ പൊന്നു മറ്റേ ബാവ കൊടുന്നതിലുള്ളതാണ് ഇത്, ഈ ക്രാബ്. അപ്പോൾ ഓള് ഇട്ടപ്പോൾ ഇനി കടന്നുറങ്ങണ സമയത്തോളം മുടി ഇങ്ങനെ ഉറങ്ങണ സമയത്ത് മുടിമ ഇട്ടിട്ടുണ്ട്. ആ പൊട്ടുള്ള വെച്ചിട്ട് ഊരി വെച്ചാട്ടോ. അത് ഞാൻ ബാഗിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ വളയുടെ ബാക്കിയാണ് കേട്ടോ. അത് ബാഗിക്ക് പിന്നെ ബാക്കിലെ പിന്നെ ഫുള്ള് ഒന്നിലില്ല. ഒരറയിലല്ല ഫുള്ളും, 3 അറയിലും വള ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെന്ന്, പിന്നെന്താ ജമിക്ക് കമ്മൽ, അങ്ങനെ മിന്നുവിൻ്റെ ഇതിന് ഒപ്പനക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ജമിക്ക് കമ്മൽ. അതാണ് ഇതൊന്ന്. പിന്നിപ്പോൾ എന്താ, പിന്നെ നമ്മളെ എന്താ പറയുക, മിന്നുവിൻ്റെ തലമെന്ന് ഊരി വെക്കുന്ന സാധനങ്ങൾ. ഇതും ഇതിലുണ്ട്. സ്വത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് കയ്യുമ്മ വിരലുമ്മ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് കേട്ടത്. പിന്നെ ടിപ്പ് ടോപ്പ് മിന്നുവിൻ്റെ തലമെന്ന് ഊരിയിട്ട് അങ്ങനെ ബാഗൊക്കെ ഇടും. അവിടെ ഞാൻ ഹാങ്കറുമ്മ തൂക്കി വെക്കുക ബാഗ്, അപ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ ചില്ലറ പൈസ കുറച്ചുണ്ട് കേട്ടോ. അത് എത്രയും നോക്കട്ടെ, 10, 20, 21 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ബാഗ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ബാഗ് നോക്കാം എന്തൊക്കെയുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ എടുത്തില്ലേ, ഇതൊക്കെ ഒഴിവാക്കി ഇനി വേറെ വെക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഓരോന്ന് അതിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ബാഗിൽ എന്തൊക്കെയാണ് നോക്കാം. ഇതെന്താ, ഞാൻ ഫസ്റ്റ് പൊന്നൂന് പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടിക്കുന്നത്ത് പോയതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ. അതാണിത്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അവൾക്ക് ഇനി പല്ലിന് കെട്ടിക്കാനോ എന്തിനേലും പോകേണ്ടി വരുമോ വെച്ചിട്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ. ഇതുവരെ പോയിട്ടില്ല. അത് പോയിട്ട് കുറേ 2-3 മാസമൊക്കെ ഇത് പോയിട്ട് പിന്നെ പോയിട്ടില്ല. അങ്ങനെ വേറൊരു കവറ് അപ്സര പെൻസിൽ. ഇതെന്താ സംഭവിച്ചാൽ കുട്ടികൾ പെൻസിൽ ഓല ഇഷ്ടത്തിനനുസരിച്ച് എടുത്തുവെച്ച് കൊടുത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓലെടുത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ തന്നെ കൊണ്ടുവന്നിട്ടുന്ന ഓല എടുക്കൂലല്ലോ വിചാരിച്ചു. ആ സ്ഥലം കണ്ടിക്കണു ഓല അതും എടുക്കൽ തുടങ്ങി. പിന്നെ
ഒരു മുടിമ കെട്ടി. ഇതും കുഞ്ഞിപ്പാക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞിപ്പാക്ക് കൊണ്ടുവന്നതാണ്. ഈ ഒരു മുടിമ കെട്ടികൾ ചെറുത്. ഇതൊക്കെ ഒരു പെട്ടിയിലിട്ടേക്കണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും, ഇട്ട് വെക്കൂല. വന്നിട്ട് കുഞ്ഞിപ്പക്കാക്ക് വന്നിട്ട് തന്നാട്ടത്. കുഞ്ഞിപ്പാക്ക് തിരിച്ച് ഗൾഫിൽ തന്നെ പോയി. അതാണ് എൻ്റെ ഇത് പാവം. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒക്കെ അതിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പോവില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലിട്ടൊക്കെ. പിന്നെ ഒരു പെൻസിൽ മോനെയൊക്കെ പൊട്ടിക്കണ്ടോ, ഉപയോഗിക്കാത്ത സാധനമാണത്. അതിലിട്ടിട്ട് അങ്ങനെ പൊട്ടി കുട്ടികളൊക്കെ എടുത്തിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ കുഞ്ഞ് തലയിൽ ഇങ്ങനെ ടിപ്പ് ടോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇതിലിട്ടിരുന്ന കേട്ടോ. അങ്ങനെ 2 സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോക്സിൽ എന്താണ്, ഈ ബോക്സിൽ ഇത് നമ്മൾ പൊന്നൂൻ്റെ സ്വർണ്ണമാണ് കേട്ടോ. പൊന്നൂൻ്റെ കമ്മലിൻ്റെ അടിയിലത്തെ തൂങ്ങൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് സേവ് ചെയ്ത് ഇതിൽ വെച്ചതാണ്. സേവ് ചെയ്യുക പറഞ്ഞാൽ ഇതിൽ സുരക്ഷിതമായി വെച്ചാൽ ഇവിടുന്ന് സുരക്ഷിതത്തെ ഇനി മാറ്റണം. കാരണം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് കൈയിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെ അത് പോയാലോ. പിന്നെ ഇത് എൻ്റെ മോതിരാണത്. ഞാനിതിലിട്ടേക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ പിന്നെ മുകളിൽ വന്ന് എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ തന്നെ ഇട്ട് വെക്കലാണ്. കാരണം എന്താ വെച്ചാൽ എളുപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലിടണം. അപ്പം ഞാൻ അത് അതിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒന്നും ഇട്ട് വെക്കണില്ല കേട്ടോ. അതൊക്കെ ഒരു ബോക്സൊക്കെ മാറ്റി വെക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഐറ്റംസ്, സാധനങ്ങളൊക്കെ. ആരുടെയും ബാഗിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.